നമസ്കാരം. കഴിഞ്ഞ ചാനലിൽ നമ്മളെ വൃക്ഷങ്ങളെക്കുറിച്ചും വീടുകളുടെ സാമാന്യ രൂപത്തെക്കുറിച്ചും ഏകദേശ രൂപം ഞാൻ നൽകി കഴിഞ്ഞു. നമ്മളുണ്ടാക്കിയ വീടും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീടിനെ പറ്റിയിട്ടൊക്കെ പഴയ കാലത്തെ പോലെയല്ല, വലിയ അറിവ് മലയാളിക്കുണ്ട്. അതിൻ്റെ മെറ്റീരിയലുകളെ കുറിച്ച് ധാരാളം പഠനം നടത്തിയിട്ട് തന്നെയാണ് വാങ്ങുന്നത് വീടുകളിലേക്ക്. പക്ഷെ സ്വന്തം കാലിലുപയോഗിക്കുന്ന പാദരക്ഷയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പറയാൻ കാരണം, നമ്മുടെ ഭാരം നിൽക്കുന്നത് എന്തിലാ? പാദരക്ഷകളാണ് നമ്മുടെ ഭാരം താങ്ങുന്നത്. ആ പാദരക്ഷ വില കുറഞ്ഞതും തേഞ്ഞതും നമ്മുടെ കാലുകൾക്ക് നമ്മുടെ ഭാരത്തിനനുസരിച്ച് അനുയോജ്യമല്ലാത്തത് ധരിച്ചിട്ടുണ്ടെങ്കിൽ രോഗമുണ്ടാകും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ പലരെയും മനസ്സിലാക്കിയിട്ടുണ്ട്. ഗംഭീര വീടാണ്, പക്ഷെ അവരുപയോഗിക്കുന്ന ചെരുപ്പ് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത എങ്ങനെയോ ഒരു ജീവിതമാണ്. പക്ഷെ വീട് ഗംഭീരമാണ്. ഞാൻ കളിയാക്കുകയല്ല. നമ്മളെ ശരീരത്തിൻ്റെ തുലനം, ശരീരഭാരത്തെ താങ്ങി നിർത്തുന്നത്, നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ചെരുപ്പുകൾ അസുഖത്തെ പ്രധാനമായും ബാധിക്കുന്നുണ്ട്. ഇറുകിയ ഷൂസ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ തന്നെയാണ് ക്വാളിറ്റി ഇല്ലാത്ത ചെരുപ്പ്. നമ്മുടെ കാലുകൾക്കൊക്കെ ഒരു പ്രത്യേക ആകൃതിയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ കാലുകളായാലും പുരുഷന്മാരുടെ കാലുകളും വ്യത്യസ്തമുണ്ട്. അതുപോലെ ഓരോരുത്തരുടെ കാലും വ്യത്യാസമുണ്ട്. ചിലരുടെ കാല് വീതി കൂടുതലായിട്ടിരിക്കും, ചിലരുടെ നഖങ്ങൾ പിന്നെ തന്നെ വ്യത്യാസം ഉണ്ടാവും. വലിയ വിരൽ താണിട്ടും മറ്റ് വിരൽ പൊന്തിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ധരിക്കുന്ന അവർക്ക് നടക്കാൻ പറ്റുന്ന പാദകം വേണം വാങ്ങാൻ. എപ്പോഴാണ് പാദകം ചെരുപ്പ് വാങ്ങാനുള്ള നല്ല സമയം? രാശി വെച്ചൊന്നും നോക്കണ്ട. വൈകുന്നേര സമയം. നമ്മുടെ കാലില് ശരീരത്തിൽ നീര് വന്നിരിക്കും. വൈകുന്നേരം ഒരു ക്ഷീണം വരാറില്ല സാധാരണ എല്ലാവർക്കും. വൈകുന്നേരം എല്ലാവരുടെയും കാലിൽ നീരുണ്ടാവും. ബെൽറ്റ് ധരിക്കുന്നവർക്കറിയാം, ആണുങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ കൊളുത്തൊന്ന് ഊരി കൊടുക്കേണ്ടി വരും, ഒന്ന് ലൂസാക്കി കൊടുക്കേണ്ടി വരും. യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിലും. അങ്ങനെ ചെയ്യാത്തവർക്കുണ്ടെങ്കിൽ അവർക്ക് അത് അസുഖങ്ങൾ ഉണ്ടാവും. അതേപോലെ നല്ല പാദകം, നല്ല ചെരുപ്പ്, വില കൂടിയ ചെരുപ്പ് എന്ന് പറയുന്നതിൽ അല്ല ഞാൻ പറയുന്നത്, ക്വാളിറ്റി ഗുണമേന്മയുള്ള ചെരുപ്പ് ധരിക്കുക. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. നമ്മളുടെ കാലിന് പാകമല്ലാത്തതോ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. അനുഭവം ഗുരുവാണ്. അനുഭവം കൊണ്ടും കൂടിയാണ് പറയുന്നത്. നമ്മളുടെ കാലുകൾക്ക് അനുയോജ്യമല്ലാത്ത ചെരുപ്പ് ധരിച്ചിട്ട് നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് ആ ജോലിയിലെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നമ്മളൊരു നല്ല ഷർട്ട് അല്ലെങ്കിൽ നല്ല ഡ്രസ്സ്, നല്ല ചുരിദാർ, നല്ല സാരി, അതിൻ്റെ കൂടെ നല്ലൊരു ചെരുപ്പും അണിഞ്ഞൊരുങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു അഭിമാനം, നമ്മളോട് തന്നെ ഒരു സന്തോഷം ഒക്കെ നമുക്ക് ലഭിക്കും. അതേ സമയത്തിൽ നമ്മൾ നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് നമുക്കൊരു നല്ല ചെരുപ്പില്ല, ചളിയുള്ള ഒരു ചെരുപ്പാണ് ഇട്ടതെങ്കിലോ ആ സന്തോഷമൊക്കെ പോകും. ആ കോൺഫിഡൻസ് ഇല്ലാതെയാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്,
നമുക്ക് അനുയോജ്യമായ വീടുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ചില വീടുകളുണ്ട്, വലിയ വീടാണ്, ഇരിക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ കസേരയായിരിക്കും. എന്നെപ്പോലെയുള്ള ആൾക്ക് ഒന്ന് സംശയിച്ച് തന്നെ ഇരിക്കേണ്ടി വരും. കാരണം ഞാനിരിക്കുന്ന കസേര ഇടയ്ക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഉള്ള പറയാലോ. കാരണം ക്വാളിറ്റി കുറഞ്ഞ, ടെക്നോളജി തീരെ ഇല്ലാതെ ഏതോ മോൾഡിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കസേരയാണ്. 4 കാലും ബാലൻസ് ചെയ്യണ്ടേ. അതിലൊരു കാലം നമ്മളൊന്നിങ്ങനെ ചെയ്ഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് മാർബിളോ മൊസൈക്കോ ഗ്രാനൈറ്റോ ഒക്കെ ഉള്ള നിലാണെങ്കിൽ കസേരൻ്റെ വഴിക്ക് അങ്ങോട്ട് പോകും. ഇത് അനുഭവിക്കാത്തവരാരുമില്ല, നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അതുപോലെയാണ് സ്റ്റൂള്. മിക്കവരും ബൾബ് മാറ്റാനോ അല്ലെങ്കിൽ അടുക്കളയിൽ പിന്നെ ക്യാബിൻ്റെ മുകളിലുള്ള സാധനമൊക്കെ എടുക്കാൻ ചെറിയൊരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഏന്തി എടുക്കുക. അപ്പോഴൊക്കെ സ്റ്റൂള് വഴുതിപ്പോയിട്ട് വീണ് അപകടം പറ്റി ഫ്രാക്ചർ പറ്റിയ കേസുകളുണ്ട്. അതെന്തുകൊണ്ടാണ്? നിലം മിനുസമായതുകൊണ്ട്. മാത്രമല്ല മരത്തിൻ്റെ ഒരു സ്റ്റൂളാണെങ്കിൽ അത്ര പെട്ടെന്ന് പോവില്ല. പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂൾ ആകുമ്പോൾ പെട്ടെന്ന് അത് ബാധിക്കും. അപ്പോൾ നമുക്കത് മര്യാദയ്ക്ക് പോലും ഇരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ബാലൻസ് ചെയ്തിരിക്കണം കസേരയിൽ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീടിന് വലിയ പ്രാധാന്യം കൊടുക്കും, പക്ഷെ ആ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതേപോലെ തന്നെയാണ് റൂമിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ റൂമിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളും. നേരത്തെ കാലത്ത് ഞാൻ ബെഡ് പറഞ്ഞു പ്ലാസ്റ്റിക്കിൽ പൊതിയരുതെന്നൊക്കെ പറഞ്ഞു. ബെഡായാലും പില്ലോ ആയാലും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ അത് ഉപയോഗം ശൂന്യമാകും. അത് ഒഴിവാക്കുക തന്നെ വേണം. പില്ലോ കവറ് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ വാഷ് ചെയ്ത് മാറ്റിയിടും. അല്ലെങ്കിൽ നമ്മുടെ മുഖം വെച്ച് നമ്മൾ കിടക്കുകയാണ്, പല രോഗങ്ങളും ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിൻ്റെ തോല്, സ്കിന്ന് അടർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ വിശ്രമ സമയം ബെഡിലാണല്ലോ. 5-8 മണിക്കൂർ നമ്മൾ വിശ്രമിക്കുന്ന സമയം. ആ ബെഡ്ഷീറ്റിലാണ് അത് അടർന്ന് വീണുകൊണ്ടിരിക്കുന്നത്. മുടി അടർന്ന് വീണുന്നുണ്ടല്ലോ. എന്നാൽ അതുപോലെ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ഈ ആവരണവും നഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാം ബെഡിലുണ്ടാവുക. അപ്പോൾ ബെഡ്ഷീറ്റ് ശരിക്കും 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്തിടണം. അങ്ങനെ വാഷ് ചെയ്തിടാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. കാരണം വെള്ളത്തിൻ്റെ കുറവുണ്ടാവും, ഉണങ്ങി കിട്ടാനുള്ള വിഷമം ഉണ്ടാവും. ഇതൊക്കെ പിന്നെ ആധുനിക സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം പ്രതിരോധശേഷി കുറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നമ്മളെ ആക്രമിക്കുന്ന രോഗാണുക്കൾ കൂടുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒരു തോർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര കാലം ഉപയോഗിക്കാം? നമ്മൾ മിക്കവാറും വീടുകളിൽ അത് കീറുന്നവരെ ഉപയോഗിക്കും. പക്ഷേ ഒരു മാക്സിമം ഒരു 5 മാസം അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ നിലം തുടയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കണം. തോർത്തൊരു പ്രധാന ഘടകമാണ്. അതുപോലെ നാം ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വരുന്നത് അടിവസ്ത്രമാണ്. ഇതൊക്കെ തുറന്ന് പറയുകയാണ് ഞാൻ ചെയ്യുന്നത്.
ഇതൊക്കെ ശരിക്കും ക്ലാസ് റൂമുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന, ചെറുപ്പകാലം മുതൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നോക്കൂ നിങ്ങൾ, ഒരു ദിവസം എത്ര പ്രാവശ്യം ഒരു ഡ്രസ്സ് മാറുന്നുണ്ടെന്ന് അറിയാം. അവരെ നിങ്ങൾ അധികം ചുക്കിച്ചുളിഞ്ഞ വേഷത്തിൽ കാണുന്നില്ല. ടി വിയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും അവർ ഫ്രഷായിട്ടായിരിക്കുന്നത്. എന്താ അവരൊക്കെ ഒരേപോലെ ദിവസവും കാണുന്നത്? അവരുടെയൊക്കെ വീട്ടിൽ ബ്യൂട്ടീഷ്യൻ വീട്ടിൽ പോയി ചെയ്യുന്നു. അവർക്ക് അവരുടെ സമയത്തിന് അവർ ചിലപ്പോൾ രാത്രി 2 മണിക്കാണോ ചെയ്യാൻ സമയം കിട്ടുന്നത്, ആ 2 മണിക്ക് ബ്യൂട്ടീഷ്യൻ അവിടെ എത്തുകയാണ് എന്ന്. അവരുടെ കാറിൽ സൂട്ട് കേസിൽ അവർക്ക് ഡ്രസ്സ് അലക്കി കവറിലാക്കി വെച്ചിട്ടുണ്ടാവും. അതിലവർക്ക് വേണ്ട ടവലടക്കം അവരുപയോഗിക്കുന്ന അടിവസ്ത്രം എല്ലാം ഫ്രഷായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ അവരുപയോഗിക്കുന്ന, അവരിപ്പോൾ ലേഡീസ് ആണെങ്കിൽ സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുക്കാൻ വരെ ആളുണ്ട് എന്നുള്ളതാണ്. നേതാക്കന്മാരൊക്കെ മാറിയില്ലേ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒരു വളരെ അവരുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ വളരെ വ്യത്യാസം വന്നില്ലേ? പഴയകാല രാഷ്ട്രീയ നേതാക്കന്മാരൊന്നല്ല ഇപ്പോൾ. ശരീരത്തിനെ വളരെ ശ്രദ്ധിക്കുന്നു, ആരോഗ്യത്തെ വളരെ ശ്രദ്ധിക്കുന്നു. അവരുപയോഗിക്കുന്ന കണ്ണട, അവരുപയോഗിക്കുന്ന പേന, അവരുപയോഗിക്കുന്ന വസ്ത്രം, അവരുപയോഗിക്കുന്ന ബാഗ്, അവരുടെ ചെരുപ്പ്, അവരുടെ ഷൂസ്, അവരുടെ കാറുകൾ, എത്ര ഗംഭീരമായിട്ടാണ് അവർ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അങ്ങനെ നടക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ജോലിയും നമ്മുടെ വീട്ടിലെ നമ്മളെ സഹായിക്കാൻ വേറെ ആരുമില്ല. നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രം, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം വീട്ടിൽ, അല്ലേ? അതല്ലേ നമുക്ക് വരുന്നത്. നമുക്ക് ഇപ്പോൾ തൊഴിലെടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത്? അവർക്ക് എത്ര നേരം വീട്ടിൽ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്? അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഇല്ല. അവർക്ക് വീട്ടിൽ കുറച്ച് സമയം അവർക്ക് ചിലവഴിക്കാനുള്ളൂ. ബാക്കി സമയം അവരുടെ ജോലി സ്ഥലത്താണ്. അപ്പോൾ വീടും കൂടി ശുദ്ധത ഇല്ലാതെ ആവുക, വീട് കൃത്യതയില്ലാത്ത, വാസ്തുബലമില്ലാത്തൊരു വീടാവുക. അപ്പോൾ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു നെഗറ്റീവാണ് തോന്നുക. പലരും എന്നോട് പറയാറുണ്ട്, വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ വീട്ടുകാരായിട്ട് ശണ്ട കൂടും. അത് വീട്ടുടമയോടായാലും അല്ലെ വീട്ടുടമ വീട്ടമ്മയോടായാലും മക്കളോടായാലും ആ ദേഷ്യം തീർക്കും. ചിരിച്ച മുഖമായിട്ട് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. അത് വീടിൻ്റെ അസുഖമാണ് കാണിക്കുന്നത്. വീടിൻ്റെ അസുഖം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരവസ്ഥ അതാണ്. പിന്നെ വീടിൻ്റെ വഴിയൊരു പ്രധാന ഘടകമാണ്. അത് റോഡായാലും വഴിയായാലും അത് ആ സ്ഥാനത്തായിരിക്കണം. ആ സ്ഥാനത്തെ വഴി അത് ബുദ്ധിമുട്ടുണ്ടാക്കും. നിർഭാഗ്യവശാൽ പലർക്കും നല്ലൊരു വഴിയില്ല എന്നുള്ളത് പല വീടുകളിൽ പോകുമ്പോൾ അനുഭവപ്പെടുന്നതാണ്. അതേ സമയത്ത് വളരെ സൗകര്യത്തിൽ വീട്ടിലേക്ക് വഴി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും അതൊരു അലങ്കോലമായിട്ടൊരു വഴിയായിരിക്കും ചിലപ്പോൾ പല വീട്ടിലും ഉണ്ടാവുക. ഞാൻ ഒരു വീട്ടുകാരോട് ആദ്യം പറഞ്ഞത്, അവരുടെ ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറുന്നില്ല, എനിക്ക് ആ വീട് കണ്ടിട്ടുണ്ട്, നിങ്ങൾ ആ റോഡൊന്ന് മാറ്റാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ? ഞാൻ പറയുന്ന പോലെ നിങ്ങൾ റോഡൊന്ന് മാറ്റുമോ? ഇന്നും ആ വീട്ടുകാർ മാറ്റിയിട്ടില്ല. പറയുമ്പോൾ ഇഷ്ടം പോലെ ഭൂമിയുള്ളവരാ. ചിലർക്കത് കഴിയില്ല. ആ വീട് മാറ്റിയാൽ തന്നെ ആ വീട്ടിലെ ഐശ്വര്യം കൂടുന്നുള്ളത് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ മാറ്റിക്കൊടുത്ത വീടുകളുടെ റോഡുകൾ, എത്ര വീടുകൾക്ക് പേരിട്ടു, എത്രയോ വീടുകൾക്ക് ഞാൻ പേര് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതെടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ സിനിമയ്ക്ക് പോലും ഇന്നും സിനിമാ ഫീൽഡിൽ ഡയറക്ടർമാരും നിർമ്മാതാക്കളും
കൂടിയിരുന്ന് ആലോചിക്കുമ്പോൾ ഞാനും പോവാറുണ്ട്. ഞാനൊരു ന്യൂമറോളജിസ്റ്റ് കൂടിയാണ്. അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട്. പേരിലെ അക്കങ്ങൾ, സംഖ്യകൾ നോക്കി അതിൻ്റെ ഗുണവും ദോഷവും കണ്ടെത്താൻ എനിക്ക് കഴിയും. പല സിനിമകളുടെയും പേരുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ചേരാറുണ്ട്. ഞാനാണ് ആ പേര് സെർച്ച് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവരൊരു കൂട്ടം പേരുമായിട്ടാണ് വരിക. അതിൽ നിന്ന് നല്ലത് സെർച്ച് ചെയ്യുക. ഇത് ന്യൂമറോളജി നോക്കിയിട്ടും, വാക്ബലം എന്ന് പറയും ചിലത്, വാക്ബലം. ആ വാക്ബലം കിട്ടുന്ന പേരുകൾ സെർച്ച് ചെയ്ത് ഞാനങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അവരിൽ നിന്ന് അവരെല്ലാവരും കൂടെ, ഞങ്ങളെല്ലാവരും കൂടി തന്നെ തിരഞ്ഞെടുത്ത ഒരു 15ഓളം സിനിമകൾ ഉണ്ട്. ദൈവം സഹായിച്ച് അതൊക്കെ അതിലേറെയും വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുക. ഞാനിപ്പോൾ പേരെടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ആ പേര് ഞാൻ തന്നെ സ്വന്തമായിട്ട് പറഞ്ഞു കൊടുത്ത പേരാവണമെന്നില്ല. അവർ തന്ന പേരിൽ നിന്ന് നല്ല പേര് സെർച്ച് ചെയ്യുക. അത് ന്യൂമറോളജി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ ന്യൂമറോളജി വെച്ച്, അത് കുറച്ച് സമയം വേണം ന്യൂമറോളജി ചെയ്യാൻ. ന്യൂമറോളജി വെച്ച് പേര് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ന്യൂമറോളജി, ഒരു മനുഷ്യൻ്റെ പേര് ന്യൂമറോളജി വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ പേര് വെച്ചിട്ട് നിങ്ങളുടെ പേര് നല്ലതാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ജന്മസമയം, വർഷം, നിങ്ങളുടെ നാളും, നിങ്ങളുടെ കൃത്യമായ ഇംഗ്ലീഷ് ലെറ്ററാണ് വേണ്ടത്. ഇംഗ്ലീഷ് ലെറ്റർ. ആ ഇംഗ്ലീഷ് ലെറ്ററും കിട്ടണം. അതിൽ ഇനീഷ്യലും കൂടി വേണം. എങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ പേര് പറ്റുമോ എന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റും. അങ്ങനെ പേര് മാറ്റിയവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്പെല്ലിങ് മാറ്റിയവരുണ്ട്, വീട്ടുപേര് മാറ്റിയവരുണ്ട്, സ്ഥാപനത്തിൻ്റെ പേര് മാറ്റിയവരുണ്ട്. സ്ഥാപനത്തിൻ്റെ ബോർഡിൽ പേര് മാറ്റാൻ ട്രേഡ് മാർക്കാക്കി ചെയ്തവർക്ക് പരിഹാരമായി ചെയ്തു കൊടുത്ത കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് കളറുകളുടെയും. കളറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, നാം ഉപയോഗിക്കുന്ന കളറുകൾക്ക്. നിങ്ങളൊക്കെ തന്നെ ചില വസ്ത്രം വാങ്ങിയിട്ട് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞിട്ട്, അയ്യോ ഇനി ഇതിടാൻ പറ്റില്ല, ഇന്നത്തെ ദിവസം വളരെ പോക്കാണെന്നൊക്കെ പറയാറില്ലേ? ശരിക്കും അത് മനസ്സിൽ തട്ടി തന്നെയായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ പുതിയ ഡ്രസ്സല്ലേ ഉപയോഗിക്കണ്ടേ എന്ന് വിചാരിച്ച് പിന്നെയും ഇടും. അന്നും അങ്ങനെ തന്നെയായിരിക്കും ഫലം. നമുക്കത് മാറ്റി വെച്ച് പുതിയത് വേറെ ഒന്ന് വാങ്ങാനുള്ള സാമ്പത്തിക വിഷമങ്ങളൊക്കെ ആയിരിക്കാം. ചിലരോ അതിട്ടിട്ട് അത് അന്ന് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതാണ് ശരി. കളറുകളെക്കുറിച്ച് നമുക്ക് വരാം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കളറുകളെക്കുറിച്ച്. നേരത്തെ ഞാൻ ഓടിന് പെയിൻ്റ് അടിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിരുന്നത്. ഓടിന് പെയിൻ്റ് അടിക്കുന്നത് ദോഷമാണ്. ഇനി ഓടിൻ്റെ അടിയിൽ സീലിംഗ് അടിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഓടിന് നീല കളറ് അടിക്കാൻ പാടില്ല. അതെന്താണെന്നൊക്കെ നമുക്ക് മറ്റൊരു സമയത്ത് നമുക്ക് പറയാം. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്നത് വീടിന് ഏതെല്ലാം കളർ കൊടുക്കാം എന്നല്ലേ? വീടിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ ബാഹ്യമായ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പണ്ട് കാലത്ത് വീടുണ്ടാക്കിയ ഷോവാൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. പുറത്തൊരു ചുമരൊരു ഷോ ഉണ്ടാക്കുക, ഷോ വാൾ. അത് കഴിഞ്ഞിട്ടാണ് ഷോ കേസ് വന്നത്. വീടിനുള്ളിൽ ഷോ കേസ്, അത്യപൂർവമായ വസ്തുക്കളൊക്കെ കാഴ്ചയ്ക്ക് ഇങ്ങനെ വെക്കുക. ഓക്കെ, അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വില കൂടിയ ലൈറ്റുകൾ, വില കൂടിയ ഫർണിച്ചറുകൾ,
വില കൂടിയ മാറ്റുകൾ, അതിലേക്കൊക്കെയാണ് ഇപ്പം മാറ്റം വന്നിരിക്കുന്നത്. ഷോവാളൊക്കെ എന്നോ പോയി. ഷോവാളിന് പകരം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടേണ്ടതെന്നറിയാതെ വീടുകളുടെ മുന്നിൽ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് പിന്നീട് അനുഭവിക്കുന്ന വിഷമങ്ങളും ചോർച്ച കാര്യങ്ങളെല്ലാം പറയാതിരിക്കുകയാണ് നല്ലത്. അതുപോലെയാണ് പർഗോള. പർഗോള തുടക്കം മുതൽ ഞാൻ പലരോടും പറയാറുണ്ട്, പർഗോള വയ്ക്കരുത്, പർഗോള ദോഷമാണ്, പർഗോളയുടെ മുകളിൽ പിന്നെ പർഗോള വാർക്കുന്നത് തന്നെ നമുക്ക് നഷ്ടമാണ്. ഓരോ പീസ് ഇങ്ങനെ വാർത്ത് വെക്കുന്നത് തന്നെ നഷ്ടമാണ്. മാത്രമല്ല അത് മുകളിൽ ഗ്ലാസ് ഇട്ടില്ലെങ്കിൽ, അതിന് ഷെയ്ഡില്ലെങ്കിൽ അതിൽ നിറയെ മഴ പെയ്ത് കറയാവും. പിന്നീട് അത് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഓരോ പീസും ചിലപ്പോൾ ഒരു ദിവസം വേണം അത് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ. പിന്നെ പെയിൻറ്റ് ചെയ്യാൻ മറ്റൊരു ദിവസം വേണം. അതല്ല അതിൻ്റെ മുകളിൽ ഗ്ലാസ്സാണ് വെക്കുന്നതെങ്കിൽ ഗ്ലാസിൻ്റെ മുകളിൽ പൂപ്പൽ വരും. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയല്ലേ, ഒരു മഴ പെയ്തു പിന്നെ കുറച്ച് ദിവസം മഴ പെയ്യാതിരുന്നാൽ ഒരു പച്ച പൂപ്പൽ പിടിക്കും, പായൽ പിടിക്കും. പായലേ വിട, പൂപ്പലേ വിടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ ഈ പായൽ പൂപ്പലൊക്കെ ഉള്ളതാണ് ജീവിതം. പർഗോളയുടെ ഗ്ലാസ് പൊട്ടി വീണ് അപകടം പറ്റിയ തൊഴിലാളികളുണ്ട്. പർഗോളയുടെ ഗ്ലാസിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഗ്ലാസ് പൊട്ടി താഴെ വീണത് എനിക്ക് എൻ്റെ അറിവിലുണ്ട്. ഞാനൊരു വീട്ടുകാരോട് പർഗോള വേണ്ട എന്ന് നിർബന്ധം പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അതുമാത്രം അവർ കേട്ടില്ല. പർഗോള അത് അവരുടെ എഞ്ചിനീയർ നിർബന്ധിച്ച് വെച്ചു. അത് ചോർച്ചയായിട്ട് ആ ചോർച്ച അടയ്ക്കാൻ പിന്നെ ഞാനവിടെ പോയി വേറൊരു സൊല്യൂഷൻ ചെയ്തു കൊടുക്കേണ്ടി വന്നു. അതും ഉണ്ടായിട്ടുണ്ട്. ഫാഷൻ്റെ പുറകെ പോകുമ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ എന്നും കൂടി ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ വീടുകളിലേക്ക് തന്നെ പോകാം. വീടുകൾ വാസ്തു നോക്കാം, പക്ഷെ ആ പ്രദേശത്തിൻ്റെ വാസ്തു മാറ്റാൻ പറ്റില്ലല്ലോ. അതാണ് വീട് വയ്ക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. വീട് ഫ്ലാറ്റ് വാങ്ങുമ്പോഴും പിന്നെ വില്ല വാങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ബിൽഡർ പറയുന്നത് മാത്രം വിശ്വസിക്കരുത്. നമ്മൾ ആ സ്ഥലത്ത് നോക്കി അവിടെ ഭൂപ്രകൃതി എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വില്ല വാങ്ങുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ വില്ല പണിയുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെ, ആ ഭൂപ്രകൃതിയിൽ അവർ മാറ്റം വരുത്തുന്നത് എങ്ങനെ, അവിടേക്ക് വരുന്ന റോഡ് എങ്ങനെ, ആ റോഡിൻ്റെ അവസാനം എവിടെയാണ്, പ്രധാന ഘടകമാണിത് ഞാനീ പറയുന്നത്. അത് ആ വില്ല പ്രൊജക്റ്റിൽ പോയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വില്ല തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എത്രയോ പേർക്ക്. അവരുദ്ദേശിച്ച് അവർ മനസ്സിലാക്കി അവർ അഡ്വാൻസ് കൊടുത്ത വില്ല പ്രൊജക്റ്റ് മാറ്റി ഞാൻ വേറെ മാറ്റി കൊടുത്തതുണ്ട്. കോഴിക്കോട് നഗരഹൃദയത്തിൽ ഏറ്റവും നല്ലൊരു വില്ല പ്രൊജക്റ്റിൽ ഒരു പ്ലോട്ട് ഇവിടെ ബാക്കിയായി. അപ്പം എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് തന്നെ, എല്ലാ കാര്യവും ഞാൻ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഭൂമി വാങ്ങിയാൽ നന്നായിരുന്നു എന്ന് എന്നോട് പറയുകയുണ്ടായി. നിങ്ങളൊന്ന് വരണം, വന്നിട്ടൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പോയി. ഞാൻ പറഞ്ഞെടുക്കണ്ട. അപ്പോൾ വില കുറച്ച് തരാമെന്ന് അവർ പറയുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് വിലയേക്കാൾ കുറച്ച് എനിക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എടുക്കണ്ട, എടുക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു. അവർക്ക് ഞാൻ വേറെ ഒരു സ്ഥലത്ത് വീടിന് കുറ്റിയടിക്കുകയും അവർക്ക് പ്ലാൻ കൊടുക്കുകയും ആ പ്ലാന് ഞാൻ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പാർട്ടിക്ക് ഈ വീട് ഞാൻ അവിടെ എടുക്കണ്ടെന്ന് പറഞ്ഞത് ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം അന്നേ അവർക്കുള്ളൊരു ഭൂമിയിൽ തന്നെ ഒരു നല്ല വീട് വെച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീട്. അതിന് കുറ്റിയടിച്ചു കൊടുത്തതും ഞാനാണ്, അതിന് പ്ലാൻ ചെയ്തതും ഞാനാണ്. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കോഴിക്കോടുള്ള സ്ഥലം എടുക്കണ്ട എന്ന് പറഞ്ഞത് എടുത്തത് പ്രധാനപ്പെട്ട എൻ്റെ ജോലി ചെയ്യുന്ന പോലെയുള്ള ഒരാളുടെ മകനാണ്. പക്ഷെ അവർക്കത് ഗുണമായിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ക്ഷേത്രങ്ങൾ, പള്ളികൾ,
ഇതിലൊക്കെ വാസ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പള്ളികളിൽ വാസ്തു നോക്കുമെന്ന് നിങ്ങൾ ചോദിക്കും, ചർച്ചിൽ, അവരൊക്കെ ഇതിൽ വിശ്വാസികളാണ്. പക്ഷെ പേര് ഞാൻ പറയില്ല. ഞാനിപ്പോൾ ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടിൽ അങ്ങനെ ചെയ്തു എന്ന് മറ്റൊരു വീട്ടിൽ പറയില്ല. അല്ലെങ്കിൽ ആ വീട്ടിൽ ആ ദോഷമുണ്ട്, ഇന്ന ദോഷം അവിടെ ഉണ്ട് ഇരുന്നു, ഞാനത് നോക്കിയിട്ട് അങ്ങനെയാണ് കണ്ടത് എന്ന് മറ്റൊരാളുടെ പറയില്ല. അതെന്നെ വേറെ ആരും പഠിപ്പിച്ചതല്ല, അതെൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ വീട്ടിലെ ദോഷം അവിടെ തീർക്കുക, അത് മറ്റൊരാളോട് പറയേണ്ട ഒരു ആവശ്യമില്ല. മറ്റൊരു വീട്ടിലെ ഒരു വീട് പോലെ മറ്റൊരു വീടില്ല, ഒരാളെ പോലെ മറ്റൊരാളില്ല. ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവാം, അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവാം, രൂപത്തിൽ ഒരുപോലെ ആയിരിക്കാം. അങ്ങനെ ഒരേ രൂപസാദൃശ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യാസം ഉണ്ടാവും, അവരുടെ ശീലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെയാ വീട്. അപ്പോൾ പ്രദേശം വളരെ പ്രധാനമാണ്. വീട് വയ്ക്കാൻ വാങ്ങുന്ന വീട് വെച്ച പ്രദേശങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ ഒക്കെ വിചാരം എന്താ, നമുക്ക് എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലം വേണം, അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലം വേണം, ഒരു വീട് വയ്ക്കണം. അതൊരു മലയാളിയുടെ സ്വപ്നമാണ്, ആഗ്രഹമാണ്. കാരണം എന്താ, നമ്മളെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർ വീട് വെച്ചു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു, അതൊന്നും നമ്മൾ നോക്കാറില്ല. പക്ഷെ വീട് വെച്ചു, അവർ നല്ല വീട് വെച്ചു, നല്ല കാറ് വാങ്ങി. എനിക്കും വേണം ഒരു വീട്, എനിക്കും വേണം ഒരു കാറ്. അത് ആഗ്രഹമാണ്, മനുഷ്യൻ്റെ ആഗ്രഹം, അതിന് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാലം വൈകിയ കോലം നന്നാവും എന്നൊരു ചൊല്ലുണ്ട്. കാലം വൈകിയാൽ കോലം നന്നാവും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. സ്ഥലമെടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഒരു വാസ്തു വിദഗ്ധനുമായിട്ട് കൈകാര്യം ചെയ്യുക. അത് നല്ല വാസ്തു വിദഗ്ധനായിട്ട് കൈകാര്യം ചെയ്യണേ. അനുഭവം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ അനുചരനാണെന്ന് പറഞ്ഞ് വേഷഭൂഷാദികളോട് കൂടിയ ഒരാൾ കാലിക്കറ്റ് ടൗണിലാണ്. അവരുടെ വീട് വാസ്തു നോക്കാൻ വിളിച്ചു. അദ്ദേഹം വന്ന് രാവിലെ തന്നെയാണ് വന്നത്. കോളിംഗ് ബെല്ലടിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഗൃഹനാഥന് രാവിലെ കുളിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. കാരണം ഒരു വീട്ടിലേക്ക് വാസ്തു നോക്കാൻ വിളിക്കുന്നത് എപ്പോഴാണ്? വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക, നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക, നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് എപ്പോഴാണ് പോവുക? വെറുതെ ഒരു ദിവസം ആ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകില്ലല്ലോ. അസുഖം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു വാസ്തു വിദഗ്ധനെ വീട്ടിലേക്ക് വിളിക്കുന്നത്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും, അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രോബ്ലം തീർക്കാൻ ഇങ്ങനെ ഒരു വാസ്തു വിദഗ്ധനെ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്, ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം വേഗം ഗൃഹനാഥനോട് പറയുന്നത്, ഞാൻ വരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാര്യ എന്തുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ മുന്നിലേക്ക് എത്തിയില്ല? നിങ്ങൾ കുളിച്ചില്ലല്ലോ, നിങ്ങൾ പുറപ്പെട്ട് നിന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം കൈകൂപ്പി പറഞ്ഞു, ഞാൻ രാത്രി കുറച്ച് നേരം വയ്യ കിടന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചതല്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വന്ന് ആ വീട് നിങ്ങൾക്ക് കൊള്ളില്ല, ഈ വീട് പൊളിച്ച് മാറ്റുക, എന്നിട്ട് പുതിയ വീട് പണിയുക, ഈ വീട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഞാനിതൊന്നും അറിയില്ല, അവിടെ വന്നതും പോയതും ഒന്നും അറിയില്ല. ഞാൻ ആ വീട്ടിൽ പോയി. നല്ല സൗകര്യമുള്ള വീട്ടിലെ കുറച്ച് മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അവർക്കത് മനസ്സിൽ കൊണ്ടു. അവർ ആ മാറ്റം, ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തി. പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ വീടാണ് ഞാൻ ചെറിയൊരു മാറ്റം വരുത്താൻ പറഞ്ഞത്. അവർ എന്തായാലും ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അയാൾ മാറ്റം വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. മാറ്റം തീരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു.
ആ വീട്ടിൽ ഞാൻ ഇപ്പം അടുത്തും പോയിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് ഉള്ളപ്പോൾ സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാറ്റം വരുന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും. അത് ഒരു പാർട്ടി എന്നല്ല, പലരും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പൊളിച്ചു കളയണമെന്ന് പറയുന്ന വീട്ടിൽ ഐശ്വര്യത്തോടു കൂടി ഇന്ന് ആ വീട്ടുകാർ കഴിയുന്നുണ്ട്. വീട് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കുറ്റിയടിച്ചു കൊടുത്ത്, ഞാൻ പ്ലാന് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്ത് അവിടെ സുഖമായിട്ട് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ചിലരുടെ വാക്കുകൾ നമ്മൾ കേൾക്കാൻ പാടില്ല. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് ആണ് അവരവിടെ പ്രകടിപ്പിക്കുന്നത്. പറ്റില്ല, പാടില്ല, ഇവിടെ വീട് വെച്ചാൽ നിലനിൽക്കില്ല, ഇവിടെ പോക്കുവരവുണ്ട്. എന്താണ് പോക്കുവരവ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്, വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഇവിടെ പോക്കുവരവുണ്ട്. ആര് പോക്കുവരവ്? പോക്കുവരവ് എന്നൊക്കെ പറയുന്നത് എപ്പോഴെന്നറിയോ? പഴയ കാലത്ത് വായു സഞ്ചാരം, വെള്ളം, കാറ്റ്, ഇവയെയൊക്കെയാണ് പോക്കുവരവെന്ന് ഉദ്ദേശിച്ചിരുന്നത്. അതൊന്നും അറിയാതെ അവിടെ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിനൊരു പോക്കുവരവുണ്ട്, ഒരു കാവുണ്ട്, അവിടുന്ന് ഒരു പോക്കുവരവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീടുകൾ പൊളിച്ചു കളയുകയും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഈ വീട്ടിൽ ഐശ്വര്യക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോക്കുവരവ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ വീട്ടുകാരോട് പറയുക. ഞാൻ പോകുന്ന പല വീട്ടിലും പറയാറുണ്ട്, ഇതിന് മുമ്പ് ഒരാൾ വന്നിട്ട് പറഞ്ഞിരുന്നു ഇതിലൊരു പോക്കുവരവുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, എന്ത് പോക്കുവരവ്? അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴാണ് അവർ ഈ നേരത്തെ പറഞ്ഞ മദ്യസൂത്രം പോലെ എന്താണ് പോക്കുവരവ്. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്, ഒരുമിച്ച് പറയാൻ പറ്റില്ല. ഇങ്ങനെ ആലോചിച്ചെടുക്കുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു അലമാരയിൽ നിന്ന് സാധനം എടുക്കും പോലെ വാസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഒരു വീട്ടിൽ പോയാൽ നമുക്ക് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാം. അതേ സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വീടുകളെക്കുറിച്ചും ആ ഭൂമിയെക്കുറിച്ചും ആ ഭൂമിയിലെ പോക്കുവരവുകളെക്കുറിച്ചും ആ വീട്ടിലെ വഴികളെക്കുറിച്ചും നേരത്തെ പറഞ്ഞ റോഡുകളെക്കുറിച്ചും ആ വീട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞ കന്നുകാലികളെക്കുറിച്ചും ആ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെക്കുറിച്ചും ഒരു കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷികളെക്കുറിച്ച് പോലും നമ്മൾ, ഒരു അക്വേറിയം വയ്ക്കുന്ന സ്ഥലം പോലും നമ്മൾ കൃത്യമായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വീട്ടിലെ വാസ്തു കൃത്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇനി അടുത്ത എപ്പിസോഡുമായി കാണാം. നന്ദി, നമസ്കാരം.